അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താറാത്തല്ലേ? അൽഹംദുലില്ലാ. ഇപ്പോ ഭാര്യക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഒരു ഭർത്താവ് കുറച്ച് സാമ്പത്തിക ഞെരുക്കുള്ള ഒരു മനുഷ്യനാണ്, ഭാര്യക്ക് നല്ല സമ്പത്തുള്ള ഭാര്യയാണ് നമ്മൾ കൂട്ടുക. അപ്പോൾ ഈ ഭാര്യയുടെ സക്കാത്ത് ഈ ഭർത്താവിന് തന്നെയാണ് കൊടുക്കുക. അങ്ങനെ പറ്റുമോ? ഇനിയിപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ തന്നെ ഇയാൾക്ക് ഈ പൈസ കിട്ടിയാൽ അയാൾ ആ കാശ് കൊണ്ട് എന്ത് ചെയ്യും? വീട്ടിലേക്ക് ചിലവ് വാങ്ങിക്കൊണ്ടിരും. ചിലവുള്ള സാധനങ്ങളൊക്കെ കൊടുന്നാൽ പിന്നെ വീട്ടിലെല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഭാര്യ അത് കഴിക്കുമല്ലോ. അപ്പോൾ അത് അനുവദനീയമാണോ? ഈ രണ്ട് വിഷയം ഇൻഷാ അല്ലാഹ് ഒന്ന് വിശദീകരിക്കാം. ഭർത്താവിനിക്ക് സക്കാത്ത് കൊടുക്കുക, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഭാര്യ കുറച്ച് സമ്പത്തുള്ള വിഭാഗത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ പിന്നെ ഭർത്താവ് കുറച്ച് ഞെരുക്കക്കാരനാണ്. അപ്പോൾ ഭർത്താവ് സക്കാത്തിൻ്റെ അവകാശിയാണ് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊടുക്കാതെ ഭർത്താവിന് തന്നെ കൊടുക്കുക. ഇങ്ങനെ ഭർത്താവിനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു വന്ന മഹദികളുണ്ട്. അപ്പം അങ്ങനെ പറ്റും എന്ന് പറഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിൽ തന്നെ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മഹദിയായ സൈനബ റളിയല്ലാഹു അൻഹയാണത് ചോദിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. സ്വഹീഹുൽ ബുഖാരിയുടെ 255 പേജിൽ 1462 ഹദീസായിട്ട് ഇതിനക്ക് ഹെഡിങ് തന്നെ ബുഖാരി ഇമാം കൊടുത്ത് ബാബു സക്കാത്ത് അലൽ അഖാരിബി, കുടുംബക്കാരുടെ മേലിൽ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹെഡിങ്ങാണ് കൊടുത്തു. തന്നെ ദീർഘമായൊരു ഹദീസാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ റളിയല്ലാഹു അൻഹയാണ് ചോദിച്ചത്. ഞാൻ നിങ്ങൾ ഫാറത്വാൻ അതസദ്ദഖ ബിഹി ഫസഅമ ഇബ്നു മസ്ഊദ് ഉണ്ടോ, ഞാൻ സ്വതക്ക ഈ പറയുന്ന എൻ്റെ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്, അപ്പോൾ കൊടുക്കാനും ഉണ്ട്, അത് ഉദ്ദേശിക്കുന്നത് ഭർത്താവാകുന്ന ഇബ്നു മസ്ഊദിനെയാണ് എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അത് പറ്റുമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, സദഖ ഇബ്നു മസ്ഊദ് സൗജിക്കി വലദുക്കി അഹഖു മൻ തസദ്ദഖ്തി ബിഹി അലൈഹി, മറ്റുള്ളവരെക്കാട്ടും ചെലവാക്കുന്നതിനെക്കാട്ടും ഇവർക്കാണ് കൊടുക്കാൻ നല്ലത് എന്നുള്ള രൂപത്തിലുള്ള റസൂലുള്ളാഹിന്റെ മറുപടിയാണ് അവിടെ വന്നത്. ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ ഭാര്യന്റെ സക്കാത്ത് അവകാശിയായ ഭർത്താവിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ മുഹദ്ദിസീങ്ങളും പറഞ്ഞു. മഹാനായ സക്കൽ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്, ഫഖീഹുമാണ്. അവിടത്തേക്ക് തന്നെ ബുഖാരിക്ക് ഈ പറയുന്ന ഷറഹ് ഉണ്ടല്ലോ, തുഹ്ഫത്തുൽ ബാരി, ഇത് സക്കൽ അൻസാരിൻ്റെതാണ്. ഇതിൽ വ്യക്തമായിക്കൊണ്ട് ഇങ്ങനെ തെളിവ് പിടിക്കാൻ പറ്റും, ഷാഫി മദ്ഹബിൽ അങ്ങനെ തെളിവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ 2-ാം വാള്യം 298 പേജിൽ കണ്ടോ. ദരിദ്രനായ അവകാശിയായ ഒരു ഭർത്താവിനിക്ക് ഭാര്യയുടെ സക്കാത്ത് കൊടുക്കാം എന്നത് ഈ പറയുന്ന ഹദീസ് കൊണ്ട് തെളിവുപിടിക്കപ്പെടും. വഹുവ മദ്ഹബു ഷാഫിഈ, ഇത് ഷാഫി മദ്ഹബ് തന്നെയാണ്, ഷാഫി മദ്ഹബ് അങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഷാഫി മദ്ഹബ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ മദ്ഹബിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. അത് മദ്ഹബിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഇർഷാദുൽ സാരിയിൽ ഖസ്തലാനി റഹിമഹുല്ലയും പറയുന്നുണ്ട്, ബുഖാരി വിശദീകരിച്ചിട്ട്. ഇർഷാദുൽ സാരിയുടെ 3-ാം വാള്യം ഇതിന്റെ 227 പേജിൽ ഉണ്ടോ, ഷാഫിഈ മദ്ഹബിൽ അങ്ങനെ പറ്റും. വമനഅഹു അബു ഹനീഫ വ മാലിക്, ഹനഫി മദ്ഹബിൽ മാലിക്കി മദ്ഹബിലൊന്നും അത് പറ്റൂല. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിൽ അവിടെ 2 വീക്ഷണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഷാഫിഈ മദ്ഹബ് പ്രകാരം എന്താകും, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിനക്ക് കൊടുക്കാൻ പറ്റും. ഇനി മാത്രമല്ല, ഈ ബുഖാരി വെച്ചുകൊണ്ട്, ബുഖാരിയിലുള്ള സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് 4 മദ്ഹബും ഹദീസ് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന കിതാബുകളും ഉണ്ട്. ഇതാ കിതാബാണ് ഈ പറയുന്ന ഇർഷാദുൽ ഖാരി എന്ന് പറയുന്നതും ഇലാ ഫിഖ്ഹിൽ അഇമ്മത്തുൽ അർബഅ എന്ന് പറയുന്നത്. ഇതിലും വ്യക്തമായി കൊണ്ടത് പറയുന്നുണ്ട്. 4 മദ്ഹബിലും ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ 2-ാം വാള്യം 646, 647 പേജുകളായിട്ട് മൊത്തത്തിലാ പേജ് നമ്പർ പോണത്.
അവിടെ ഖണ്ഡിതമായിട്ട് പറയാനുള്ളത് അജ്മ അൽ ഉലമാഉ, പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത് അന്നർ റജുല ലാ യുഅതി സൗജത്തുഹു മിന സക്കാത്ത്, ഒരു ഭർത്താവ് എന്താൻ പറ്റൂല ഭാര്യക്ക് സക്കാത്ത് കൊടുക്കൽ ശരിയാവൂല. കാരണം അന്ന നഫഖതഹ തജിബു അലൈഹിം, ഇവന്റെ മേൽ നിർബന്ധമല്ലേ അവൾക്ക് ചെലവ് കൊടുക്കൽ, അപ്പൊ ഇവന് ചെലവല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ അവൻ ഐശ്വര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവളും ഐശ്വര്യമുള്ളവളാകല്ലേ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവന്റെ സക്കാത്ത് ഇവൾക്ക് കൊടുക്കുക, ഭർത്താവിന്റെ സക്കാത്ത് ഭാര്യക്ക് കൊടുക്കലില്ല. അപ്പൊ പിന്നെ ഭാര്യന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കുന്ന വിഷയത്തിലോ വഖ്തലഫു ഫിൽ മർഅതി, അത് ഇവിടെ വഖ്തലഫു എന്ന് പറയുമ്പോൾ മദ്ഹബിന്റെ ഇമാമിങ്ങൾ തമ്മിലുള്ള അഭിപ്രായങ്ങളാണ് വരിക. കാരണം മദ്ഹബ് വിശദീകരിക്കുന്ന കിതാബല്ലത് ഈ ഹദീസ് വെച്ചുകൊണ്ട് വഖ്തലഫു. അപ്പൊ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഫിൽ മർഅതി ഹൽ തുഅതി സൗജഹ മിന സക്കാത്ത്, ഭാര്യ ഭർത്താവിനക്ക് സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഷാഫിഈ മദ്ഹബ് അത് അനുവദിക്കുമെന്ന രൂപത്തിൽ തന്നെ പോകുന്നത്. എന്നാൽ മാലിക്കി മദ്ഹബും അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിലൊക്കെ ആണെങ്കിലോ ലാ തുഅത്തിൽ മർഅതു സൗജഹ മിൻ സക്കാത്തി മാലിഹാ, ഭാര്യ അവളുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റൂല എന്നുള്ള റൂട്ടിലാണ് പോകുന്നത്. അപ്പം മദ്ഹബിൽ അത് വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെയാണേനും മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു 4 മദ്ഹബ് വിശദീകരിക്കുന്ന കിതാബാണല്ലോ ഈ പറയുന്ന തന്നെ മീസാനുൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പറയുന്ന മീസാനുൽ ഷഅറാനി. ഇതിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അത് മദ്ഹബിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതാണ്. ഏതായാലും ഷാഫിഈ മദ്ഹബ് പ്രകാരം എന്താകും, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റും. അത് ഖണ്ഡിതമായിക്കൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുഹദ്ദബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷറഹ് മുഹദ്ദബിന്റെ 5-ാം വാള്യം ഇതിന്റെ 181-ാമത്തെ പേജിൽ ഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബൊക്കെ പറഞ്ഞത് എന്താ, വലോ കാനത്തി സൗജത്തു ദാത മാലിൻ, ഒരു ഭാര്യ അവൾ സമ്പത്ത് ഉടയവളായി കഴിഞ്ഞാൽ അവൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വന്നാൽ ഫലഹാ സർഫു സക്കാത്തിഹാ ഇല സൗജ്, അവളുടെ സക്കാത്ത് ഭർത്താവിലേക്ക് കൊടുക്കാൻ പറ്റും. ഇദാ കാന ബിസിഫത്തിൽ ഇസ്തിഹ്ഖാഖ്, അവൻ ഈ പറയുന്ന ഭർത്താവ് സക്കാത്തിന്റെ അവകാശിയായിരിക്കണമെന്ന് മാത്രം, ആ രൂപത്തിൽ പറ്റുമെന്ന് തന്നെയാണ്. കാരണം ഇനി ഇല്ലത്ത് പറഞ്ഞെന്തല്ലേ അന്നഹു ലാ യൽസമുഹാ നഫഖതുഹു ഫഹുവ കൽ അജ്നബി, ഭാര്യക്ക് ഭർത്താവിനെടുക്ക ചെലവെടുക്കൽ നിർബന്ധമല്ലല്ലോ. ഭാര്യക്ക് ഭർത്താവിന് ചെലവെടുക്കൽ നിർബന്ധം എന്ന് വരൂലല്ലോ, ഭർത്താവ് ഭാര്യക്ക് ചെലവെടുക്കലല്ലേ നിർബന്ധമായിട്ട് വരുന്നത്. അതുകൊണ്ട് അന്യൊരാളെ പോസ്റ്റിൽ തന്നെയാണ് ഈ ഭർത്താവ് അവിടെ നിൽക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കും പോലെ തന്നെ ഇനി മാത്രമല്ല അത് നല്ലതും കൂടെയാണ് എന്നുള്ള നബിമാൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ദഫ്ഉഹാ ഇല സൗജി അഫ്ളലു മിനൽ അജ്നബി, മറ്റുള്ള പുറത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഭർത്താവിന് തന്നെ കൊടുക്കാതിരിക്കാൻ നല്ലത് എന്നുള്ളത്. നല്ലത് എന്ന് മാത്രമല്ല അത് സുന്നത്താണ് എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിലൂടെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയിക്കഴിഞ്ഞു. തുഹ്ഫയുടെ 7-ാം വാള്യം ഇതിന്റെ 313-ാമത്തെ പേജിൽ വയുസന്നു ലഹാ അൻ തുഅതിയ സൗജഹ മിൻ സക്കാത്തിഹാ വലോ ബിൽ ഫഖരി. കണ്ടോ, ഇവിടെ എൻ്റെ ഭർത്താവ് സക്കാത്തിന്റെ അവകാശിയായി വരുമ്പം ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റും, അത് സുന്നത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ആ കിട്ടിയ ഈ പറയുന്ന കാശ് കൊണ്ട് വീട്ടിക്ക് ചെലവിന് ഭർത്താവ് കൊണ്ടുവരുമ്പോഴോ അതിനും കുഴപ്പമില്ല. വ ഇൻ അൻഫഖഹ അലൈഹാ, ഉണ്ടോ, അത് ആ കിട്ടിയത് തന്നെ അവൻ വീട്ടിക്ക് ചെലവിന് കൊണ്ടുവന്നു. അലേഹ, അവളുടെ മേൽ ചെലവാക്കി എന്ന് പറഞ്ഞാൽ വീട്ടു സാധനങ്ങളൊക്കെ വേണ്ടി വന്നു, അപ്പൊ അവൾക്ക് വശിക്കാം. കാരണം ഇത് അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ മിൽക്കിലായി വന്നു, പിന്നെ അവനിക്കാണത്, അത് അവൻ്റെതാണ്, അവന് കൊടുത്തതല്ലേ സക്കാത്തല്ലേ, അപ്പൊ അവന് കിട്ടി, അപ്പൊ അവൻ്റെതാണ്. അപ്പൊ അലൈഹ, അത് അവിടെ മേലിൽ ചെലവാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഇപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഭാര്യയുടെ സക്കാത്ത് അവകാശിയായ ഭർത്താവിന് കൊടുക്കൽ സുന്നത്താണ്. ആ കിട്ടിയ കാശ് എടുത്തുകൊണ്ട് അയാൾ ചെലവ് വീട്ടിക്ക് നടത്തിയാലും കുഴപ്പമില്ല, അത് ഭാര്യക്ക് ഭക്ഷിക്കാവുന്നതും ആണ്. ഇത് ഷാഫിഈ മദ്ഹബ് വ്യക്തമായിക്കൊണ്ട് അങ്ങനെ തന്നെയാണ്. മറ്റുള്ള മദ്ഹബിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.